കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് പിന്നാലെ രാജ്യവ്യാപകമായി ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. വിഷയത്തിൽ സുപ്രീം കോടതി വരെ ഇടപെട്ടു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. എന്നാൽ രാജ്യ തലസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ പോലും സുരക്ഷിതമല്ല എന്നാണ് 24 വാർത്താ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക, ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കുന്ന കർശന വ്യവസ്ഥകളോടുകൂടിയ കേന്ദ്ര നിയമം കൊണ്ടുവരണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായുള്ള ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ ആശുപത്രികളുടെ രാത്രികാല സുരക്ഷ എന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ ഒന്നായ ഹിന്ദുറാവോ ആശുപത്രിക്ക് മുൻപിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന വഴികളിലൊന്നും തന്നെ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഈ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു സുരക്ഷാ ജീവനക്കാരൻ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. ആർക്കും അനായാസം ഉള്ളിലേക്ക് കയറാനും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഈ ആശുപത്രിയിലുള്ളത്. നമുക്ക് ആ ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഇങ്ങനെ 2 ലൈറ്റുകൾ ഈ മെയിൻ എൻട്രൻസിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ 2 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ലൈറ്റ് പൂർണ്ണമായും കത്തുന്നില്ല എന്ന് തന്നെ പറയാം. മറ്റ് ലൈറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ തൂണ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ശേഷിച്ചിരിക്കുന്നത്. ആ ലൈറ്റ് പോലും ഇല്ലാത്തൊരു ദൃശ്യമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മറുവശത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാഷ്വാലിറ്റിയാണ്. ഈ കാഷ്വാലിറ്റിയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ അവസ്ഥ തന്നെയാണ്. മറുവശത്ത് ഇതാ നമുക്ക് ജോലി കഴിഞ്ഞ് പോകുന്ന വനിതാ ജീവനക്കാരിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഇവർ പോകുമ്പോൾ എന്ത് സുരക്ഷയാണ് ഇവർക്കുള്ളത് എന്നൊരു ചോദ്യമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിലാണ്. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെ ആർക്കും അനായാസം ഉള്ളിലേക്ക് കയറാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള ആളുകൾ, സാമൂഹ്യ വിരുദ്ധർന്ന് തന്നെ നമുക്ക് പറയാം, ഇങ്ങനെ ആശുപത്രിക്കുള്ളിൽ വന്നിരുന്ന് ഈ പാർക്കിംഗ് ഏരിയകളിലൊക്കെ അവർ ഇവിടെ നിന്ന് മദ്യപിക്കുന്നുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ ഇതൊന്ന് വിലക്കാൻ പോലും ഇവിടെ ആരുമില്ലാത്തൊരു സാഹചര്യമാണ്. ഹിന്ദുറാം ആശുപത്രിയുടെ 2 വീലർ പാർക്കിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്രീ 2 വീലർ പാർക്കിംഗ് എന്ന ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ രാത്രികാലങ്ങളിലൊക്കെ ഈ ജോലിക്ക് കഴിഞ്ഞതിന് ശേഷം വനിതാ ആരോഗ്യ പ്രവർത്തകരും മറ്റു ഡോക്ടർമാരും ഒക്കെ ഇവിടെ എത്തി, ജീവനക്കാരൊക്കെ ഇവിടെ എത്തി, ഇവിടെ നിന്നാണ് 2 വീലറൊക്കെ എടുത്തവർ മടങ്ങുന്നത്. ഇങ്ങനെ കുപ്പികളൊക്കെ അവർ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ പാർക്കിംഗ് ഏരിയകളിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. സുരക്ഷ ഉൾപ്പെടെയുള്ള ആക്ടുകൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും ഡൽഹിയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ആ രാത്രികാലങ്ങളിലുള്ള ഈ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ എന്താണ് എന്നുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഡൽഹിയിലെ ഹിന്ദുറാം ആശുപത്രിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.